രാവിലെ എണീച്ച് വന്നതാണ് കേട്ടോ. ഞാനാണെങ്കിൽ പുറത്ത് നല്ല മഴയൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇന്നെന്തായാലും ലീവ് എടുക്കാമെന്ന്. ഓൾറെഡി ഇന്ന് തൃശ്ശൂരൊക്കെ റെഡ് അലേർട്ട് ആയതുകൊണ്ട് ഇന്ന് മുടക്കാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് മുടക്കാമെന്ന് വിചാരിച്ചു. എണീച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു പണിയും ചെയ്യാനുള്ള ഒരു മൂഡില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഇരുന്നു. നമുക്കൊരു ചായ ഇട്ട് കുടിക്കാം. അതിന് മുമ്പായിട്ടേ നമുക്ക് ഫേസ് ഒന്ന് സെറ്റാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഐസ് ക്യൂബ് എടുക്കാം. ഞാൻ ഐസ് ക്യൂബ് വെച്ചിട്ടാണ് ഫേസ് റബ്ബ് ചെയ്യാറ്. നമുക്ക് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. ഇത് അവിടെ തന്നെ തിരിച്ചു വയ്ക്കാം. ഫ്രിഡ്ജിലുള്ള സാധനം കണ്ടിട്ടൊന്നും ഞെട്ടൊന്നും കണ്ടിട്ടാരും. ഓൾറെഡി ഫേസിൽ നമുക്ക് ഈ ഫോഴ്സസൊക്കെ ഓപ്പൺ ആവാനും അപ്പോൾ സ്കിന്നൊന്ന് ടൈറ്റൻ ആവാനൊക്കെ നമുക്ക് ഈ ഐസ് ക്യൂബിൻ്റെ ഇതുകൊണ്ട് നല്ല എഫക്റ്റ് ഉണ്ടാവും കേട്ടോ. അത് ഞാൻ ഏതോ ഇതുപോലൊരു വീഡിയോ കണ്ടിട്ടാണ് ചെയ്ത് നോക്കി. പക്ഷെ അതെനിക്ക് നല്ല എഫക്റ്റ് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ സിസ്റ്റം യൂസ് ചെയ്യുന്നതുകൊണ്ടും അതുപോലെ തന്നെ ഈ ഫോണിലൊക്കെ വർക്ക് ചെയ്യുന്നവർ കുറേ വർക്ക് ഫ്രം ഹോമൊക്കെ ചെയ്യുന്നവരുണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഡാർക്ക് സർക്കിളും, എനിക്ക് അത്യാവശ്യം ഡാർക്ക് സർക്കിളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമുക്കിത് ഐസ് ക്യൂബ് വെച്ചിട്ട് ഇത് ചെയ്ത് കഴിയുമ്പോഴില്ല കണ്ണ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എന്താ പറയുക ഒരു റീഫ്രഷ് അങ്ങനത്തെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുക. നല്ല രസമായിരിക്കും കേട്ടോ. നോക്കുമ്പോൾ എന്താ പറയുക, ഞാൻ ഉറങ്ങി എണീക്കുമ്പോണ്ടായിരുന്ന ആ ഒരു കണ്ണിൻ്റെ ഒരു ഇതും ഇപ്പം ഉള്ളത് നല്ല ഡിഫറൻസ് ഉണ്ട്. യൂണിഫ്രഷിൻ്റെ വാൽനട്ടിൻ്റെ സ്ക്രബാണ് ഞാൻ യൂസ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ തയ്യാറായെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു. ചായ ഇട്ട് കുടിക്കാമെന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നി ഇഞ്ചി തിളപ്പിച്ച് വെള്ളം കുടിക്കാമെന്ന്. അപ്പം അങ്ങനെ അതും കുടിച്ചു. അത് നല്ലതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനൊക്കെ ഇഞ്ചി വെള്ളം നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് മോരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ മോരുണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യുക. അത് ഞാൻ മൺകലത്തിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അത് പാല് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ന് രാവിലെ എടുത്തിട്ട് ഒന്ന് ഇളക്കി നോക്കിയത്. അപ്പം നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. മോര് വന്നിട്ടുണ്ട്. ഈ ചിലവരുണ്ടല്ലോ അതിനകത്ത് പച്ചമുളകും അതുപോലെ തന്നെ വേപ്പിലൊക്കെ ഇട്ട് വെക്കും. അങ്ങനെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കട്ട തൈര് കിട്ടുന്നുണ്ടാവും. പിന്നെ ഇന്നലത്തെ ചോറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി. അത് കഴിഞ്ഞിട്ട് ഇന്നലത്തെ ചിക്കൻ പാർട്സ് വാങ്ങിയതിൻ്റെ കുറച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്ത് ചൂടാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ചപ്പാത്തി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ചപ്പാത്തിക്ക് മാവ് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചപ്പാത്തിക്കുള്ള മാവ് പൊടി എടുത്തു, ഉപ്പിട്ടു. ഇനി അത് കഴിഞ്ഞ് പൊടിയൊക്കെ ഒന്ന് സെറ്റാക്കി തിരുമ്മി കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആലോചിക്കുന്നത് ചൂടുവെള്ളം ഇതിലേക്കുള്ള ഞാൻ ചൂടുവെള്ളത്തിലാണ് കേട്ടോ ചപ്പാത്തി കുഴയ്ക്കുക. അപ്പോൾ വേഗം ഇനി അതിനുള്ള വെള്ളം ജസ്റ്റ് അധികം തിളപ്പിക്കൊന്നുമില്ല, എനിക്ക് കൈ ഇതാക്കുമ്പോഴുള്ള ചൂട് തരാൻ പാകത്തിന് മാത്രം. അങ്ങനെ അത് ഇതാക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ചപ്പാത്തി ഇനി സെറ്റാക്കി എടുക്കണം. അങ്ങനെ അപ്പോൾ അത് ചെറിയ ചൂടല്ലോ. അപ്പോൾ അത് എന്തായാലും ഇതാക്കി മാവ് സെറ്റാക്കാന്നുള്ള ഇതിൽ അങ്ങനെ ഇങ്ങനെ നിന്നു. എനിക്ക് ചപ്പാത്തി നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ പൂരി ഒക്കെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ എനിക്ക് പൂരിയേക്കാളൊക്കെ ഇഷ്ടം ചപ്പാത്തി ഉണ്ടാക്കുന്നതാണ്. എന്തോ ചപ്പാത്തി എനിക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ എന്ന് പറയുന്നത് വല്ലപ്പോഴേ ഉണ്ടാക്കുള്ളൂ. പക്ഷെ ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നൈറ്റ് ഞങ്ങൾ ഒരു 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ചപ്പാത്തി ആക്കി. അപ്പോൾ അത് കാരണം ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് സ്പീഡായിട്ടോ. ഞങ്ങൾക്ക് ആകെ 5 ചപ്പാത്തി ഉണ്ടാക്കിയാൽ പോരെ. അപ്പം അത് കാരണം അത് സ്പീഡായിട്ട് തന്നെ കഴിയും. അങ്ങനെ ഇനി ചപ്പാത്തിക്ക് എന്തായാലും ഇന്നലത്തെ ഈ ചിക്കൻ പാർട്സിൻ്റെ സംഭവം കറിയൊക്കെ ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ അത് കൂട്ടിയിട്ട് രാവിലെ ഒരു പിടി പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുക. കുറച്ച് വെള്ളം കൂടിപ്പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുഴയ്ക്കുമ്പോൾ എന്നെ കണ്ടറിയാം എൻ്റെ വെല്ലം ഒട്ടിപ്പിടിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ വെല്ലമൊന്നും ഒട്ടിപ്പിടിക്കില്ല. വെള്ളം പാകത്തിനാകുമ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടിപ്പോയി. ഞാൻ ആ ലാസ്റ്റ് വെള്ളം ഒഴിച്ചപ്പോഴേ അതിനകത്ത് ലേശം വെള്ളം കൂടിപ്പോയി. കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടുന്നുണ്ട് കേട്ടോ.
ഞാൻ മാക്സിമം ഒട്ടിപ്പിടിക്കാതൊക്കെ നോക്കി. അധികം ഒട്ടിപ്പിടിക്കാതൊക്കെ കൈമൊക്കെ സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ കുഴപ്പമുണ്ടാവില്ലായിരിക്കും. ഇപ്പോൾ വെള്ളം അധികം കൂടുമ്പോൾ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തി പരത്തി, ഞാൻ മറ്റേ പലകേമലാട്ടോ പരത്തുക. അപ്പം അങ്ങനെ പരത്തി എടുക്കുമ്പോഴേ പൊട്ടി പോരും. പിന്നെ ചിലപ്പോൾ പിന്നെ കുറേ പൊടിയൊക്കെ യൂസ് ചെയ്യേണ്ടതൊക്കെ വരും. ഇതാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനത്തെ പ്രശ്നമില്ലാതെ കിട്ടി. വലിയ ഒട്ടലില്ല, എന്നാലും ചെറിയൊരു ഒട്ടിപ്പിടുത്തമൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു ഒട്ടിപ്പിടുത്തം ഉണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ല. ഞാൻ ബോളൊക്കെ ആക്കി എടുത്തപ്പോൾ സെറ്റായി കിട്ടിയിട്ടുണ്ട്. കൈമ ഒട്ടിപ്പിടിക്കാതിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒട്ടിപ്പിടിക്കണമെന്നില്ല. അത് കാരണം കുഴപ്പമില്ലാണ്ട് പരത്താൻ പറ്റും. എന്തായാലും ഞാനത് കയ്യിലൊക്കെ ഒന്ന് വെച്ച് നന്നായി. നമുക്ക് ഇത് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് എടുക്കണം. ഞാനൊരു 4 ബോളിൽ കണക്കിനാണ് ഞാൻ എടുത്തേക്കണത്. കറക്റ്റാവുമെന്ന് വിചാരിക്കുന്നു. അത് സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ ബാക്കി പണി പിന്നെ ഇവിടെ വേഗം തീർക്കാമല്ലോ. സാധാരണ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ എണീറ്റ് തന്നെ ഇത്തിരി ലേറ്റ് ആയതുകൊണ്ട് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ ഒരു ഫ്ലോയിൽ വേഗം കയ്യോടങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അല്ല, ഞാൻ കുറച്ച് നേരമൊക്കെ വെക്കും. വൈകുന്നേരം ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വൈകി ജോലി കഴിഞ്ഞ് വന്നിട്ട് കുഴച്ച് വെച്ചിട്ട് ഞാനൊരു 8:30 ആകുമ്പോൾ ചേട്ടൻ വരണ സമയത്തേക്ക് നോക്കിയിട്ട് ഉണ്ടാക്കുള്ളൂ. ഇനി പൊടിയൊക്കെ ഇട്ട് പരത്തി കൊടുത്ത്. പണ്ടൊക്കെ ചപ്പാത്തി പരത്തുമ്പോഴേ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, ഇന്ത്യയുടെ ഭൂപടം കണക്കിനൊക്കെ പല ഷേപ്പിലൊക്കെ ആയിട്ടൊക്കെ വരിക. പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ ഏറെക്കുറെ ഞാൻ അന്ന് നല്ല സർക്കിൾ അല്ലെങ്കിലും ചില സമയത്ത് നല്ല സർക്കിളായി വരാറുണ്ട് കേട്ടോ. ഇല്ല എന്ന് ഞാൻ പറയണില്ല. ചില സമയത്ത് നമ്മുടെ ഇതൊക്കെ അനുസരിച്ച് വലിയ വട്ടമായില്ലെങ്കിലും ഏറെക്കുറെ വട്ടം എന്ന് പറയാവുന്ന രീതിയിലങ്ങ് എത്തും. യെസ്, അപ്പം നല്ല റൗണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാൻ പ്രതീക്ഷിക്കേണ്ട വേഗം റൗണ്ടായിട്ട് വന്നല്ലോ. ഞാൻ വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി കൂടിപ്പോയിരുന്നു. അപ്പം എനിക്ക് തോന്നി ഇനി എങ്ങാനും ഒട്ടിപ്പിടിക്കണാവോ എന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ഇല്ല, ഏറെക്കുറെ അത് റൗണ്ടൊക്കെ ആയി തന്നെ വന്നിട്ടുണ്ട്. ഞാൻ ചപ്പാത്തി പരത്തലും ഉണ്ടാക്കലും ഒരുമിച്ച് കഴിഞ്ഞാൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ചപ്പാത്തി പരത്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അപ്പുറത്ത് ഞാൻ സ്റ്റൗമ്മേ പാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, ചെറുതായിട്ടൊന്ന് പിടുത്തം പിടിച്ചായിരുന്നു. എന്നാലും കീറാതെ തന്നെ ഇങ്ങോട്ട് കിട്ടി. അങ്ങനെ ബാക്കി ചപ്പാത്തികൾ ഉണ്ടാക്കി ചുട്ടെടുത്തു. പിന്നെ പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു. അടിപൊളി മഴയായിരുന്നു. എനിക്ക് ബാക്കിലൊന്നും വലിയ പറണ്ട. അപ്പോൾ ഒരു കാരണം ഞാൻ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാറില്ല. ബാക്കിലേക്ക് നല്ല കാറ്റും നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വെണ്ടയ്ക്ക ഉച്ചയിലേക്ക് വെണ്ടയ്ക്ക തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വെണ്ടയ്ക്ക സെറ്റാക്കാനായിട്ട് നോക്കി. പുറത്താണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത നല്ല മഴയായിട്ടാണ്. മഴയത്ത് പുറത്തിറങ്ങാൻ പോലും പറ്റില്ല. അമ്മാതിരി മഴയില്ല. മഴ നോക്കി നിന്ന് കഴിഞ്ഞാൽ എൻ്റെ പണി നടക്കില്ലല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ ആ വേഗം ഇരുന്ന വെണ്ടയ്ക്കൊക്കെ അങ്ങോട്ട് അരിഞ്ഞെടുത്ത് സെറ്റാക്കി. അത് കഴിഞ്ഞിട്ട് സവാളയും അരിഞ്ഞ് അല്ലെങ്കിൽ പണി നമ്മളെ പെൻഡിങ് വയ്ക്കും. എനിക്കാണെന്നുണ്ടെങ്കിൽ രാവിലെ എല്ലാ പണിയും ചെയ്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ കംഫർട്ടബിളായില്ല. പിന്നെ ഉച്ചയ്ക്ക് വേറെ ഉണ്ടാക്കുക അതൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ മാക്സിമം എല്ലാ പണിയും കഴിച്ച് വയ്ക്കും. അപ്പോൾ സവാളയൊക്കെ അരിഞ്ഞ് ഗ്യാസ് കത്തിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. അത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അതൊക്കെ നന്നായിട്ട് വഴന്ന് വരണം കേട്ടോ. സവാള ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ വഴറ്റിയെടുക്കുകയാണെങ്കിൽ ശരിക്കും നമുക്കത് മനസ്സിലാവും. നല്ല സോഫ്റ്റാവും സവാളയൊക്കെ. നമ്മൾ വല്ലാണ്ട് തീ നല്ല ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടാക്കുമ്പോൾ
മറ്റേ വാടലൊക്കെ വാടി കിട്ടും, പക്ഷെ ചെറിയൊരു കരിച്ചിൽ പോലെ വരും. ഇതങ്ങനത്തെ ഒന്നുമില്ലല്ലോ. പിന്നെ അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി വേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ടത് വഴറ്റിയെടുത്തു. പിന്നെ അടച്ചു വെച്ചു. ഞാനാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതിനകത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെണ്ടയ്ക്ക ഉണ്ടാക്കുക. അങ്ങനെ ആ പണി കഴിഞ്ഞു. വെണ്ടയ്ക്ക അതുകൊണ്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്താ ഭംഗിയില്ലേ കാണാൻ. പിന്നെ എനിക്ക് മാത്രമല്ല വേണ്ടോ, അപ്പം ഞാൻ കുറച്ച് വെണ്ടക്കായ എടുത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ തോന്നിയേ വഴുതനങ്ങ നമുക്ക് ഫിഷൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെ എടുത്തു. പക്ഷേ വഴുതനങ്ങ പെട്ടെന്ന് കേട് വരുന്നുണ്ട്, ചിലതൊക്കെ കേടായി പോവുക, ഉള്ളിലേക്ക് കേട് വരിക. അപ്പോൾ ഞാൻ അതൊക്കെ നോക്കി നല്ലതൊക്കെ എടുത്ത് ബാക്കി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ചിക്കൻ മസാല ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് അത് തേച്ച് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ പാനടുപ്പത്ത് വെച്ച് എന്താ പറയുക ഇതങ്ങനെ ഓരോന്നോരോന്ന് വേപ്പിലിട്ട് കൊടുത്തിട്ടാണ്. വേപ്പിലുണ്ടല്ലോ ഞാനത് മറ്റേ നമ്മുടെ കടയിൽ നിന്നൊക്കെ ലൈൻ മേടിക്കുമ്പോഴേ ഒരു കുപ്പിച്ചപ്പ് കിട്ടുമല്ലോ, അപ്പോൾ ഞാൻ എപ്പോൾ ലൈൻ മേടിച്ചിട്ട് ആ കുപ്പി എന്താണോ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓഫീസിലൊക്കെ ചേച്ചിമാർ ഇത് വാങ്ങിയിട്ട് കുപ്പി എടുത്ത് വയ്ക്കുമ്പോൾ കുപ്പി ഞാൻ കൊണ്ടോട്ടെ എന്ന് വെച്ചിട്ട് കുപ്പി ഞാൻ മേടിച്ചുകൊണ്ട് വരിക ചെയ്യാറ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുപ്പി. എന്താ പറയില്ല, അതിൻ്റെ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുപ്പി. അപ്പം അതിൽ ഞാൻ വീട്ടിലിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെപ്പിലൊക്കെ എടുത്ത് വയ്ക്കുമ്പോൾ അത് വാടാതെ നല്ല ഫ്രഷായിട്ട് കുറച്ച് നാളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അതങ്ങ് കണ്ടിന്യൂ ചെയ്ത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് വറുത്തെടുക്കാനുള്ള പണിയിലാണ് കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ വഴുതനങ്ങയൊക്കെ വറുത്തെടുത്ത് ഉച്ചക്കുള്ള ലഞ്ച് സെറ്റാക്കി നല്ല ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചിലവരുണ്ടല്ലോ അത് വറക്കുമ്പോൾ അരിപ്പൊടിയും കൂടെ ചേർക്കും, അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അരിപ്പൊടിയും ചേർത്തുമ്പോൾ ജസ്റ്റ് ഇതിങ്ങനെ വറുത്തെടുത്തല്ലേ. പിന്നെ ഉച്ചയിലത്തെ ലഞ്ച് ഇതൊക്കെയായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.